ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ജാഗ്രതാ നടപടികൾ ആരംഭിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ. തനിക്ക് സീറ്റ് നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരീക്ഷകർ ജില്ലയിലെത്തി. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ മാറുന്നു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ജില്ലയിൽ ജാഗ്രതാ നടപടികൾ ആരംഭിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. പനങ്ങാട്, ഒളവണ്ണ, കക്കോടി, പെരുമണ്ണ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലെ 3 വാർഡുകളിലുമായാണ് കോഴി, താറാവ്, കാക്ക, പരുന്ത്, ചെമ്പോത്ത് എന്നിവയിൽ രോഗം കണ്ടെത്തിയത്. കക്കോടി പഞ്ചായത്ത് വാർഡ് 4, പെരുമണ്ണ വാർഡ് 15, ഒളവണ്ണ വാർഡ് 6, കോർപ്പറേഷനിലെ 43, 44, 46 എന്നീ വാർഡുകളിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ ഏവിയൻ ഇൻഫ്ലുവൻസ H5N1 വകഭേദമാണ് സ്ഥിരീകരിച്ചത്. ഈ പ്രദേശങ്ങളിൽ ദ്രുതകർമ്മസേനയെ ഉപയോഗിച്ച് പക്ഷികളെ കൊന്നൊടുക്കൽ നടപടികൾ ഉടൻ ആരംഭിക്കും. വിവിധ ഭാഗങ്ങളിൽ പക്ഷികൾ കൂട്ടത്തോടെയും അല്ലാതെയും ചത്തതിനെ തുടർന്ന് മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർ ആ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് ചത്ത പക്ഷികളെ കണ്ണൂരിലെ റീജിയണൽ ഡിസീസസ് ഡയഗ്നോസ്റ്റിക് ലാബ്, ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ലാബ് ഫോർ ആനിമൽ ഡിസീസസ് എന്നിവിടങ്ങളിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കളക്ടറേറ്റിൽ മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർ, രോഗം റിപ്പോർട്ട് ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ, കൃഷി വനം ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഓഫീസർമാർ എന്നിവരുടെ യോഗവും ചേർന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തനിക്ക് സീറ്റ് നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. താൻ ഇത്തവണ മത്സരിക്കാനില്ലെന്ന് BJP സംസ്ഥാന ദേശീയ നേതാക്കളെ നേരത്തെ അറിയിച്ചിരുന്നതാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഇടിത്തീ പോലെയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത. സീറ്റില്ല, സീറ്റ് നിഷേധിക്കുന്നു, ഉപയോഗിച്ച വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. ഇത് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്, ക്യാമ്പിൽ പ്രമുഖർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീധരൻപിള്ളയ്ക്കും സീറ്റായില്ല. ഞാൻ പ്രത്യേക ചാനലിലൊന്നും പറയുന്നില്ല. ഇതൊരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ്. ഞാൻ ഒരു കാരണവശാലും മത്സരിക്കില്ല. BJPയുടെ ദേശീയ ചുമതലക്കാരനോടും സംസ്ഥാന അധ്യക്ഷനോടും എൻ്റെ ആശയകുടുംബം, ഞാൻ BJPക്ക് അപ്പുറത്തേക്കാണ്, ആശയകുടുംബത്തിലെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടു ഞാൻ ഇത്തവണ മത്സരത്തിനില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞയാളാണ്. എന്നിട്ടും എന്താ ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ അത് വളരെ ദൗർഭാഗ്യകരമായിപ്പോയി. എൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നതാണ്. ആളുകളുടെ തോന്നുന്നു ശ്രീധരൻപിള്ളയ്ക്ക് മത്സരിക്കാനായിട്ട് പാർട്ടി സീറ്റ് നിഷേധിച്ചു എന്നാണ്. ഈയൊരു പ്രവർത്തന ശൈലി ദൗർഭാഗ്യകരമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആരെയും ഞാൻ പഠിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കേരളമാണ് ഇന്ന് ഇന്ത്യയിൽ രാഷ്ട്രീയ രംഗത്ത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വേണ്ടി പുതിയ തലമുറയ്ക്ക് പോകാൻ പറ്റാത്ത വിധം രാഷ്ട്രീയ രംഗത്ത് അപജയമുണ്ടാകുന്നു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്കിപ്പം നിങ്ങൾ ഒരു ദിവസത്തേക്ക് വാർത്ത കൊടുത്തു, അതുകൊണ്ടല്ല. ഞാൻ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല,
എൻ്റെ വോട്ട് ഉള്ളത് ഗോവയിലാണ്. അത് മാറ്റാൻ വേണ്ടി ഞാൻ ഓർഡിനറി ആയിട്ട് അപേക്ഷ കൊടുത്തു. ചിലപ്പോൾ എത്തിയൊക്കെ ഇലക്ഷൻ മുമ്പായിട്ട് ഞാൻ വോട്ട് ചെയ്യുന്ന ആളായിരിക്കാം. ഒരു സ്ഥാനാർത്ഥിയാകണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടല്ലേ ചെയ്യേണ്ടതായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. വിവിധ മണ്ഡലങ്ങളിലെ RJD സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭ്യൂഹങ്ങളില്ലല്ലോ. ഞാൻ പറഞ്ഞ 4 തവണ മത്സരിച്ചതാണ്. പിന്നെ ഈ പാർട്ടിയിൽ മറ്റുള്ളവർക്കും അവസരങ്ങൾ ലഭിക്കണം. അതുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഇതൊക്കെ മതി. നമുക്ക് 2 തവണ MLA ഒക്കെ ആയില്ലേ, അത്രയ്ക്കും പ്രതീക്ഷാവില്ല. ഇനി കൂടുതൽ മറ്റുള്ളവർ സ്ഥാനങ്ങളിൽ വരട്ടെ. അങ്ങനെയുള്ള പാർട്ടിയിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവുക. എല്ലാം 100-2 വ്യക്തികൾ കേന്ദ്രീകൃതമായ ഒരു പാർട്ടി, പ്രത്യേകിച്ച് നമുക്ക് വളരെ കുറച്ച് സീറ്റുകളല്ലേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണ്ടേ? അവസരം നൽകണമല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ ജനതാദൾ RJD വടകരയിൽ MK ഭാസ്കരനും കൂത്തുപറമ്പിൽ PK പ്രവീണും കൽപ്പറ്റയിൽ PK അനിൽകുമാറുമാണ് LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയെന്ന് സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. കൂത്തുപറമ്പിൽ PK പ്രവീൺ, കൽപ്പറ്റയിൽ PK അനിൽകുമാർ, വടകരയിൽ MK ഭാസ്കരൻ, ഇതാണ് സ്ഥാനാർത്ഥികൾ. മത്സരരംഗത്തുണ്ടാകില്ലെന്ന് ശ്രേയാംസ് കുമാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പിളർപ്പിന്റെ സൂചന നൽകി സബാഹ് പുൽപ്പറ്റയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കി. അദ്ദേഹത്തെ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. വടകരയിൽ KK രമയ്ക്കെതിരെ ശ്രേയാംസ് കുമാർ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ കടപ്പാട് അറിയിക്കുകയാണ്. കാരണം പാർട്ടിയിലും ഇന്നലെ ആവശ്യം വളരെ ശക്തമായിരുന്നു. എല്ലാ മേഖലയിൽ നിന്നും, കമ്മിറ്റികളിൽ നിന്നും, അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ആ രീതിയിൽ മത്സരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അറിയിച്ചിരുന്നു. അതിനോടുള്ള നന്ദിയും കടപ്പാട് ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കേരളത്തിലെ സംഘടനാ സംവിധാനം ഇതുവരെ 2 പ്രാന്തങ്ങളായി പ്രവർത്തിച്ചിരുന്നത് അടുത്ത 1 വർഷത്തിനുള്ളിൽ 3 സഭാംഗങ്ങളായി മാറുമെന്ന് RSS ഉത്തര കേരളം ഭാരവാഹികൾ. അഖില ഭാരത പ്രതിനിധി സഭയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. 1.5 കോടി മുതൽ 2 കോടി വരെ ജനസംഖ്യ വരുന്ന ഭൂപ്രദേശങ്ങളെ ചേർത്ത് ഒരു സംഭാഗ് എന്നുള്ളൊരു വ്യവസ്ഥ വരികയാണ്. ശാഖ എന്നുള്ളതാണ് RSSന്റെ അടിസ്ഥാന പ്രവർത്തനം. അപ്പൊ ആ ശാഖാ പ്രവർത്തനത്തിൽ കൂടിയാണ് ആദർശനിഷ്ഠയുടെ പ്രവർത്തകർ നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ ആ പ്രവർത്തനം ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി സംഘടനയുടെ ഘടനയിൽ സംഭാഗ് എന്നുള്ളൊരു പുതിയ സംവിധാനം വരികയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം അഖില ഭാരത പ്രതിനിധി സഭ മാർച്ച് 13, 14, 15 തീയതികളിൽ ഹരിയാനയിലെ സമാൽഗയിൽ വെച്ച് നടന്നു. സംഘചാലക് ഡോക്ടർ മോഹൻജി ഭഗവത്, സർ കാര്യവാഹ് ദത്താത്രേയ ഹൊസബോളെ എന്നിവർ മാർഗനിർദ്ദേശം നൽകി. RSS ശതാബ്ദി പരിപാടികളുടെ ഭാഗമായി വിജയദശമി പരിപാടികൾ, ഗൃഹസമ്പർക്ക പരിപാടികൾ, ഹിന്ദു സമ്മേളനങ്ങൾ, സാമാജിക സമരസത പരിപാടികൾ, പ്രമുഖ വ്യക്തികളുടെ സമ്മേളനങ്ങൾ എന്നിവയും നടന്നു.
സംഘ ശതാബ്ദിയോടനുബന്ധിച്ച് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് പങ്കെടുത്ത പ്രഭാഷണ പരമ്പരയും സംഘടിപ്പിച്ചു. ദേശീയ ഗീതമായ വന്ദേ ഭാരതത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചും സിഖ് ഗുരുവായ ഗുരു തേഗ് ബഹദൂറിന്റെ 380-ാം ബലിദാന വാർഷികത്തോടനുബന്ധിച്ചും ഇന്ത്യയിലുടനീളം വ്യത്യസ്തമായ പരിപാടികളും അരങ്ങേറി. രാജ്യത്തെ നക്സൽ വിമുക്ത പ്രദേശമായി മാറ്റിയതിൽ ഭാരത സർക്കാരിനെ RSS പ്രതിനിധി സഭ അഭിനന്ദിച്ചു. വിഘടനവാദം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സംഘം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കേരളത്തിലെ സംഘടനാ സംവിധാനം പുതിയ രീതിയിലേക്ക് മാറുമെന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരളം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ RSS പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ, ദക്ഷിണ ക്ഷേത്രീയ സഹ ബൗദ്ധിക് ശിക്ഷൺ പ്രമുഖ് KP രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതു നിരീക്ഷകരും ചെലവ് നിരീക്ഷകരും ജില്ലയിലെത്തി. കളക്ടറേറ്റിലെത്തിയ നിരീക്ഷകരുമായി ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവികളും കൂടിക്കാഴ്ച നടത്തി. പൊതുനിരീക്ഷകരായ ഡോക്ടർ ജിതേന്ദ്ര ഗുപ്ത IAS, അപനീത് റിയത്ത് IAS, K നിഖില IAS, ചെലവ് നിരീക്ഷകരായ പുഷ്കർ കുമാർ IA ആൻഡ് AS, ദീപക് ആനന്ദ് IRS, കസ്രു സദാനന്ദ് റാം റാവു IRS എന്നിവരാണ് എത്തിയത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരുക്കങ്ങൾ സംബന്ധിച്ചും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് സുതാര്യവും നീതിയുക്തവുമായി നടത്താൻ സാധിക്കണമെന്ന് പൊതുനിരീക്ഷകയായ അപനീത് റിയത്ത് IAS പറഞ്ഞു. ഭയരഹിതമായി വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് സാധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ക്രമസമാധാന സുരക്ഷാ നടപടികൾ സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ്, റൂറൽ SPT ഫറാഷ് എന്നിവർ വിശദീകരിച്ചു. മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ മുന്നൊരുക്കങ്ങൾ റിട്ടേണിംഗ് ഓഫീസർമാരും ജില്ലയിലെ മറ്റ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നോഡൽ ഓഫീസർമാരും വിശദീകരിച്ചു. മെഷീൻ FLC കഴിഞ്ഞിട്ട് നമ്മളെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർക്കാണ് ആദ്യം മെഷീൻസ് വരുന്നത്. ഈ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൊടുക്കും. ആ ഒരു ചാർട്ട് നമ്മളെ മനസ്സിൽ വേണം. എങ്ങനെയാന്നുള്ളതാണ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് എങ്ങനെ ഫസ്റ്റ് റാൻഡമൈസേഷൻ വഴി അല്ലേ, അതായത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർക്ക് നമുക്ക് മെഷീൻസ് കിട്ടും. അതായത് എത്ര വേണം, ജില്ലയിലേക്ക് എത്ര വേണം എന്നുള്ളത് അത് മുഴുവൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് റാൻഡമൈസേഷൻ വഴിയാണ് ആർക്ക് കിട്ടുന്നത്, ഓരോ റിട്ടേണിംഗ് ഓഫീസർമാർക്ക്. എത്രയുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ റിട്ടേണിംഗ് ഓഫീസർമാര്? 13. ഓക്കെ. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ K സുബിൻ, നോഡൽ ഓഫീസർ ആദിൽ മുഹമ്മദ് എന്നിവർ ചേർന്ന് നിരീക്ഷകരെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നൽകുന്ന പരസ്യങ്ങളുടെ പ്രീ സർട്ടിഫിക്കേഷനു വേണ്ടിയുള്ള മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി സെല്ലും മാധ്യമ നിരീക്ഷണത്തിനായുള്ള മീഡിയ സെല്ലും പ്രവർത്തനം തുടങ്ങി. കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിൽ താഴത്തെ നിലയിലുള്ള വെർച്വൽ ക്ലാസ് റൂമിലാണ് MCMC സെല്ലിന്റെ പ്രവർത്തനം. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ചെയർമാനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം മെമ്പർ സെക്രട്ടറിയും സബ് കളക്ടർ S ഗൗതം രാജ്, KSITM ഡിസ്ട്രിക്ട് പ്രൊജക്ട് മാനേജർ NS അജിഷ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP പ്രശാന്ത്, ആകാശവാണി റീജിയണൽ ന്യൂസ് യൂണിറ്റ് റീഡർ ആൻഡ് ട്രാൻസ്ലേറ്റർ C അനിൽകുമാർ എന്നിവർ മെമ്പർമാരുമായ MCMC കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ദിനപത്രങ്ങൾ, ടെലിവിഷൻ, റേഡിയോ, സോഷ്യൽ മീഡിയ, വെബ്സൈറ്റുകൾ തുടങ്ങിയവയിൽ വരുന്ന പരസ്യങ്ങളുടെ പ്രീ സർട്ടിഫിക്കേഷനും മാധ്യമങ്ങളിൽ വരുന്ന പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പെയ്ഡ് ന്യൂസ് തുടങ്ങിയവയുടെ നിരീക്ഷണവുമാണ് MCMC മീഡിയ സെല്ലിന്റെ ചുമതല. ചടങ്ങിൽ സബ് കളക്ടർ S ഗൗതം രാജ്, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ C മണിലാൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം, അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ ചന്ദ്രൻ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ AP നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക് കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദ്യ ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വടകര പരിസ്ഥിതി കൂട്ടായ്മ സാൻഡ് ബാങ്ക്സ് ശുചീകരിച്ചു. ലോക പുനരുപയോഗ ദിനത്തിന്റെ ഭാഗമായി നിയ ഫൗണ്ടേഷൻ, ബിസ്ലറി ബോട്ടിൽ ഫോർ ചേഞ്ച് എന്നിവയുമായി സഹകരിച്ചാണ് ശുചീകരണം നടത്തിയത്. പ്ലാസ്റ്റിക് സഞ്ചികൾ, കുപ്പികൾ, ലഘുഭക്ഷണ കവറുകൾ, ചെരുപ്പുകൾ, ഡയപ്പറുകൾ, തെർമോകോൾ, ഭക്ഷണപ്പൊതികൾ, ജന്മദിന ആഘോഷ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയുടെ വലിയ ശേഖരമാണ് നീക്കം ചെയ്തത്. കടൽ ഭിത്തിയുടെ കല്ലുകൾക്കിടയിൽ നിന്നും വളരെ ശ്രമകരമായിരുന്നു ശുചീകരണം. കടൽ തീരത്ത് നടന്ന ചടങ്ങിൽ മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ, കോസ്റ്റൽ പോലീസ് ഓഫീസർ NA നവനീത്, K ശ്രീനാഥ്, സാനുചന്ദ്രൻ, P അഞ്ജിത, ആസിഫ് കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ശേഖരിച്ച മാലിന്യങ്ങൾ സംസ്കരണത്തിന് അയക്കും. ഭാവിയിൽ കൂടുതൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, വടകര. മതമൈത്രി സന്ദേശവുമായി ക്ഷേത്രമുറ്റത്ത് ഇഫ്താർ വിരുന്നൊരുക്കി ഫറൂഖ് കോടമ്പുഴ പുളിയക്കോട് ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ്. 100-ലധികം ആളുകളാണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിനോട് ചേർന്ന് താൽക്കാലിക പന്തൽ കെട്ടി നോമ്പുതുറ വിഭവങ്ങൾ നൽകി. ക്ഷേത്രം ട്രസ്റ്റി അംഗങ്ങളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് ഇഫ്താർ ഒരുക്കിയത്. ക്ഷേത്രം കമ്മിറ്റി ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വരും വർഷങ്ങളിലും തുടരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ ഉത്സവം തുടങ്ങിയ കാലം മുഴുക്കെ ഇവിടെയുള്ള പരിസരവാസികൾ എന്ന് പറഞ്ഞാൽ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഭാഗത്ത് തിങ്ങി പാർക്കുന്നത്. അവരെല്ലാവരും ഞങ്ങളോട് എല്ലാ വിഷയത്തിലും സഹകരിച്ച് ഉത്സവത്തിനും ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സമയത്തും ഒക്കെ അവർ സഹകരിക്കുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും അതേമാതിരി ഉത്സവത്തിന് അന്നദാനം കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഞങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കും. പിന്നെ അന്നദാനത്തിൻ്റെ പരിപാടിയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കും എല്ലാവരും. അപാലവൃദ്ധം ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇഫ്താർ ഇതേമാതിരി എടുക്കാന്നുള്ളൊരു തീരുമാനം ഞങ്ങളെ ട്രസ്റ്റ് കമ്മിറ്റി എടുത്തു. രാമനാട്ടുകര മുനിസിപ്പൽ കൗൺസിലർമാരായ മുന്താസ് കള്ളിയിൽ, ഹാരിസ്, ലത്തീഫ്, ഷെൽമ, ഫൈസൽ പള്ളിയാളി, മുൻ കൗൺസിലർ സജിന തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ഒരു പുളിയങ്കോട്ട് ക്ഷേത്ര ട്രസ്റ്റിന് കീഴിൽ ഇങ്ങനെ ഒരു ഇഫ്താർ വിരുന്നൊരുക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മതസൗഹാർദ്ദം എന്നും നമ്മളിങ്ങനെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിലൊന്ന് പങ്കാളിയാവാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി വിശ്വനാഥൻ, പ്രസിഡന്റ് ഭാസ്കരൻ, പ്രബീഷ്, പരമേശ്വരൻ, സുരേഷ് കുമാർ, നിഷാന്ത്, രാംദാസ്, വാസു, ഭരതൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നമ്മൾ എല്ലാവരും ജാതി മത ഭേദമന്യേ വളരെ ബഹുമാനത്തോടെ ആദരവോടും കരുതി പോരുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ, പുളിയക്കോട്ട് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട ഈ ഇഫ്താറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ അഗൈതവുമായ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് സംഘടിപ്പിച്ച ക്ഷേത്ര ഭാരവാഹികൾ വളരെ മാതൃകാപരമായൊരു തുടക്കമാണ്. ഇതെവിടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്.
അതിനാൽ ഈ ഭാരവാഹികൾക്ക് തുടക്കമിട്ട അവർക്ക് ഞാൻ അതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ ഫറൂഖ്. ഹൈലൈറ്റ് മാളിൽ പെരുന്നാൾ സമ്മാനമായി വണ്ടർ സ്ലൈഡും ഹോളോ സ്പേസും സജ്ജീകരിച്ചു. പുതിയ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ഹൈലൈറ്റ് അർബൻ സിഇഒ മുഹമ്മദ് ഫവാസ് നിർവഹിച്ചു. മലയാളികൾക്കുള്ള പെരുന്നാൾ സമ്മാനമായി ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ സ്ലൈഡ് സംവിധാനവും ഡിജിറ്റൽ വിനോദരംഗത്തെ പുതുപുത്തൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഹോളോ സ്പേസും നഗരത്തിലെ ജനപ്രിയ വ്യാപാര സമുച്ചയമായ ഹൈലൈറ്റ് മാളിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും അമ്പരപ്പിക്കുന്ന എഞ്ചിനീയറിംഗിന്റെയും സഹായത്തോടെ മാളിന്റെ 3ാം നിലയിൽ നിന്നും നേരിട്ട് താഴെ നിലയിലേക്ക് തെന്നി ഇറങ്ങാൻ കഴിയുന്ന വണ്ടർ സ്ലൈഡ് സംവിധാനവും ഹോളോ സ്പേസും ഹൈലൈറ്റ് അർബൻ സിഇഒ മുഹമ്മദ് ഫവാസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ പ്രമുഖ വിമാനത്താവളങ്ങളായ സിംഗപ്പൂർ ചാംകി എയർപോർട്ട്, അബുദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയ ചില സ്ഥലങ്ങളിൽ മാത്രമുള്ള സ്റ്റീൽ സ്ലൈഡ് സംവിധാനം അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഹൈലൈറ്റിലും ഒരുക്കിയിരിക്കുന്നതെന്ന് സ്നോ ഫാന്റസി ഡയറക്ടർമാരായ TS വിജയൻ, വിപിൻ സക്കറിയ, സിബിൻ സ്കറിയ, ആദിത്യ അശോകൻ എന്നിവർ അറിയിച്ചു. വണ്ടർ സ്ലൈഡ് എന്ന പേരിൽ ഒരു സ്റ്റീൽ സ്ലൈഡ്, അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 15 മീറ്റർ പൊക്കത്തിൽ മുകളിൽ നിന്ന് താഴെ സ്ലൈഡ് ചെയ്തിറങ്ങാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ലൈഡാണ്. 5 വയസ്സിന് മുകളിലുള്ള ആർക്കും ഇത് സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു. നിലവിൽ ഹൈലൈറ്റ് മാളിലെ ആകർഷക കേന്ദ്രങ്ങളിലൊന്നായ സ്നോ ഫാന്റസിയുടെ പ്രൊമോട്ടർമാർ തന്നെയാണ് വണ്ടർ സ്ലൈഡ് എന്ന വിസ്മയവും ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ജാഗ്രതാ നടപടികൾ ആരംഭിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ. തനിക്ക് സീറ്റ് നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരീക്ഷകർ ജില്ലയിലെത്തി. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ മാറുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.